ഭാരത് ബംഗ്ലാദേശ് അതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ട് ബംഗാളിലെ പുതിയ BJP സർക്കാർ അതിർത്തി വേലി നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി ഏതാണ്ട് 600 ഏക്കർ ഭൂമി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കൈമാറാൻ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തീരുമാനിച്ചതിന് പിന്നാലെ വിവിധ വകുപ്പുകൾ നടപടി ഊർജിതമാക്കി. ബംഗാൾ ഉത്തർ മണ്ഡലത്തിലെ ഭൂമി ഏറ്റെടുക്കൽ പുരോഗതി വിലയിരുത്തുവാനും BSF ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനുമായി എത്തിയ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അശോക് കീർത്തനിയെയാണ് സർക്കാരിന്റെ പുതിയ സമയപരിധി വ്യക്തമാക്കിയത്. വടക്കൻ 24 പർഗാനസ് ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഭൂമി ഏറ്റെടുക്കൽ തൃപ്തികരമായി മുന്നേറുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. എന്നിരുന്നാലും 24 പർഗാനസ് ജില്ലയിലെ ബസിർഹട്ട് മേഖലയിൽ ചില പ്രാദേശിക പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നതായി മന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഇവിടെയുള്ള 3 ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ചില കുടുംബങ്ങൾ പുനരധിവാസ പാക്കേജുകളോട് വിയോജിച്ച് മാറി താമസിക്കാൻ വിസമ്മതിക്കുകയാണ്. ഈ തടസ്സം അടിയന്തരമായി പരിഹരിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിന് കർശന നിർദ്ദേശം നൽകി. ഒരാഴ്ചക്കുള്ളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാനാണ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ വലിയൊരു പങ്ക്, അതായത് 2217 കിലോമീറ്റർ പശ്ചിമ ബംഗാളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിൽ 1648 കിലോമീറ്ററിലും നിലവിൽ വേലി നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇനിയും 569 കിലോമീറ്റർ അതിർത്തി പ്രദേശം വേലിയില്ലാതെ തുറസായി കിടക്കുകയാണ്. ഇതിൽ ഭൂമിശാസ്ത്രപരമായി വേലി സ്ഥാപിക്കാൻ സാധ്യമായ 456 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ പുതിയ ഭൂമി ഏറ്റെടുക്കലിലൂടെ അതിവേഗ നിർമ്മാണം പൂർത്തിയാക്കാൻ BSF ഒരുങ്ങുന്നത്. 45 ദിവസത്തിനുള്ളിൽ ഭൂമി കൈമാറുന്നതോടെ അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും പൂർണ്ണമായി തടയാൻ BSFന് സാധിക്കും. ജനം, ഡൽഹി.